അന്ന് എന്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെ പറ്റി 25 പേജുള്ള ഒരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്താണ്. ക്രൈം വാരിക ലക്ഷക്കണക്കിന് അടിച്ച് ഈ നാട് മുഴുവൻ വിതരണം. ഞാൻ 10,000 വോട്ടാണ് ജയിച്ചത്. നമസ്കാരം. പിണറായി പോലീസിന്റെ കാവലിൽ, അതേപോലെ സെക്രട്ടറിമാരുടെ കാവലിൽ ഒരു മന്ത്രി പരസ്യമായി വ്യഭിചരിക്കുന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ് നമ്മുടെ മുന്നിലേക്ക് ഇന്നലെ വന്നത്. അതെ, KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അധമനായ ആഭാസനായ പെണ്ണുപിടിയൻ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ആരാണ്? നമ്മുടെ സിനിമാ നടൻ ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാറിനെ വാളകത്തുള്ള വീട്ടിൽ വെച്ച് സ്വന്തം ഭാര്യ ബിന്ദു മേനോൻ കയ്യോടെ പിടികൂടുകയും ആ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർക്കുകയും ചെയ്തു. അത്രയും സുന്ദരമായ രംഗങ്ങളാണ് താൻ കണ്ടിട്ടുള്ളത് എന്നാണ് ഈ ബിന്ദു മേനോൻ പത്രങ്ങളോട് ചാനലുകളോടൊക്കെ വിളിച്ചു പറഞ്ഞത്. എന്നിട്ടോ അത് പകർത്തിയതിൻ്റെ പേരിൽ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് വന്ന് മന്ത്രിയാണ് വ്യഭിചാരം നടത്തുന്നത്, അതുകൊണ്ട് വന്നതാണ് എന്ന് മനസ്സിലാക്കി തങ്ങളുടെ ജോലിയല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ട് മന്ത്രിക്ക് വ്യഭിചരിക്കാം, അതുകൊണ്ട് പോലീസിൻ്റെ പാട്ടിന്. എന്തുകൊണ്ടാണ്? പിണറായിയുടെ കാവലിലാണ് ഗണേഷ് കുമാർ ഇങ്ങനെ വ്യഭിചരിക്കുന്നത്. ഇതിന് എന്തുകൊണ്ടാണ് പിണറായി വിജയന് ഇങ്ങനെ ലൈസൻസ് കൊടുക്കാൻ കാരണം? അതിനു മുമ്പ് ഗണേഷ് കുമാർ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു സംസാരം പറഞ്ഞു. അതായത് 5000-ഓളം പ്രണയം അദ്ദേഹത്തിനുണ്ട്. 5000 ഒന്നല്ല, എനിക്കൊന്ന് 50,000 പ്രണയമെങ്കിൽ ഈ പ്രായം കൊണ്ട് അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ 65-68 വയസ്സുണ്ട് ഗണേഷ് കുമാറിന്. ഞാൻ ഒരു 10-30 വർഷം മുമ്പാണ്, 34 വർഷം മുമ്പാണ് ഗണേഷ് കുമാറിനെ ഒരു സിനിമാ സെറ്റിൽ വെച്ച് പരിചയപ്പെട്ടത്. അന്ന് അവിടെ നടന്നത് അദ്ദേഹം മന്ത്രിയുടെ മകനാണ്. അതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന സകല പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്തി ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ തന്നെ ഒരു സ്റ്റോറി ചെയ്തു 2001. ആ സ്റ്റോറി ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹം പറഞ്ഞത് ക്രൈം എന്നെക്കുറിച്ച് ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ചടിച്ച് എന്നെക്കുറിച്ച് വാർത്ത ചെയ്തിട്ട് ഞാൻ 10,000 വോട്ടിന് ജയിച്ചില്ലേ. അതാണ് തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം കൊടുത്തത്. ഇപ്പോൾ അദ്ദേഹം ആ പ്രണയത്തെക്കുറിച്ച്, അതായത് അദ്ദേഹം കാണുന്ന പെൺകുട്ടികളെയൊക്കെ വ്യഭിചരിക്കുന്നതിന് അദ്ദേഹം പറഞ്ഞത് പ്രണയമെന്നാണ്. ഇത് പ്രണയമല്ല, കാമമാണ്, സൈക്കോ ആണ്. സൈക്കോ എന്ന് പറഞ്ഞാൽ സെക്ഷൽ സൈക്കോ, അതായത് ലൈംഗിക വൈകൃതത്തിൻ്റെ ഉടമയായ സൈക്കോ. ഏത് പെണ്ണിനെയും വലയിൽ വീഴ്ത്തി. എങ്ങനെയാണ് വീഴ്ത്തുന്നത് അറിയാമോ? അന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഞാൻ മന്ത്രിയുടെ മകനാണ്, പോലീസിൻ്റെ കൂടെയാണ്, പിന്നെ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ തുടർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ സമ്മതം വേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് വഴങ്ങാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയത്. അങ്ങനെയുള്ള ആ പറയുന്ന മഹാൻ പറഞ്ഞ പ്രയോഗം ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്, അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. കേട്ടല്ലോ, ഇതേ മഹാൻ തന്നെ ഗണേഷ് കുമാർ തന്നെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറഞ്ഞത് എന്താണെന്ന് കേട്ടു നോക്കൂ. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചോണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. കേട്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇത്രയും വൃത്തികെട്ടവനായ ഒരാളില്ല, എന്നിട്ട് ഈ അധികാര സ്ഥാനത്ത് ഇരിക്കുകയാണ്, MLA ഇരിക്കാൻ യാതൊരു യോഗ്യതയില്ല, പിടിച്ച് പുറത്താക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് നമ്മുടെ ഗണേശന് ബാധകമല്ലേ? ഗണേശനായാലും രാഹുൽ മാങ്കൂട്ടമായാലും രാഷ്ട്രീയ നേതാവായി വരുമ്പോൾ, MLA ആകുമ്പോൾ, ജനങ്ങളുടെ പ്രതിനിധിയിരിക്കുമ്പോൾ അവർ ധാർമ്മികമായിട്ട് ഇതൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് ഇതിൻ്റെ പിന്നിൽ പോയി കാണുന്ന പെൺകുട്ടികളെ അവരെ ആരാധന കൊണ്ടായാലും എന്തുകൊണ്ടായാലും അപ്പോൾ പാലിക്കേണ്ടതായ മര്യാദകളുണ്ട്. ഇന്ത്യൻ നിയമപ്രകാരം ഇതൊന്നും തെറ്റല്ല. ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോടൊപ്പം വ്യഭിചരിച്ചാൽ അത് തെറ്റല്ല. വ്യഭിചാരത്തിന് പൈസ വാങ്ങിയാലും തെറ്റല്ല എന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. സെക്സ് തെറ്റായ കാര്യമല്ല, അത് വ്യഭിചാരത്തിന് ഉപയോഗിച്ചാലും തെറ്റല്ല, അവർക്കും അവകാശമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി. ആ സന്ദർഭത്തിൽ ഒരു പെണ്ണിനോടൊപ്പം ഒരു ഭർത്താവായ ഒരു പെണ്ണിനെ കണ്ടാലും തെറ്റല്ല എന്ന് പറയാം. പക്ഷേ ഒരു ധാർമ്മികത ഒരു ഭർത്താവായ ഗണേശനും
അവിവാഹിതനായ രാഹുൽ മാങ്കൂട്ടം അവിവാഹിതനായ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. വേറെ ആരോടും ബാധ്യതയില്ല. എന്നാൽ ഭാര്യയോട് ബാധ്യതയുള്ള, സമൂഹത്തോട് ബാധ്യതയുള്ള മന്ത്രി ആണ് വാളകത്തെ തൻ്റെ സ്വന്തം വീട്ടിൽ വെച്ച് വ്യഭിചരിച്ചത്. ആരുടെ മുന്നിൽ? പോലീസ് അവിടെ കാവലുണ്ട്, അപ്പുറത്ത് സെക്രട്ടറിമാരുണ്ട്. അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ മന്ത്രി പെണ്ണുമായിട്ട് വ്യഭിചരിക്കുന്നത്. ഇത് ഒരു പെണ്ണൊന്നല്ല, മന്ത്രിയുടെ ഓഫീസിൽ വെച്ച്, അതിരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് വ്യഭിചരിച്ചതിനാണ് നമ്മുടെ ആരടിച്ച് മുഖം പൊട്ടിച്ചത്? സരിതാ നായരുടെ ഭർത്താവായ ബിജു രാധാകൃഷ്ണൻ മുഖം അടിച്ചു പൊട്ടിച്ച ആ ഫോട്ടോ ഒന്ന് കാണും. കണ്ടില്ലേ? മുഖം അടിച്ചു പൊട്ടിച്ചതിന്റെ ഫോട്ടോ തക്കാളി പോലെ പരുവായിട്ട് കിടക്കുന്നു. ഇങ്ങനെയുള്ള ആഭാസനായ തട്ടിപ്പുകാരനായ ഇദ്ദേഹത്തെക്കുറിച്ചാണ് 2001 ക്രൈം വാർത്ത പ്രസിദ്ധീകരിച്ചത്. പിന്നീട് അദ്ദേഹം മന്ത്രിയായപ്പോൾ നീലക്കുറുക്കൻ മന്ത്രിയായി എന്ന് പറഞ്ഞ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം മന്ത്രിയായ നമ്മുടെ ബാലകൃഷ്ണപിള്ള തന്നെ പിന്നീട് പറഞ്ഞു, എൻ്റെ മകനെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും നമ്മൾ ഇതൊക്കെ വിടുക. നമ്മൾ ഇവിടെ കാണേണ്ട ഒരു മഹാനായ ഒരു മനുഷ്യനുണ്ട് നമുക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി. എവിടെ സ്ത്രീ പീഡനമുണ്ടോ, എവിടെ സ്ത്രീകളെ ആക്രമിക്കുന്നുണ്ടോ അവിടെ ചാടി വീഴാം. അങ്ങനെയാണ് അദ്ദേഹം ഒരു കപ്പ് ചായയുമായി കുടിച്ചത്. ഒരു ചായ ഒരു കപ്പിൽ കുടിക്കുന്ന രംഗം നമുക്കറിയാലോ. ആ കപ്പിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. അപ്പൊ ആ മഹാൻ പറഞ്ഞൊരു വാചകം ഒന്ന് കേട്ടു നോക്കൂ. മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് എന്താണ് പറഞ്ഞത് ആ മഹാൻ? കേട്ടു നോക്കൂ. മന്ത്രിയും എന്നൊക്കെ പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളാണ്. അത്തരം സ്ഥാനങ്ങളിലിരിക്കുന്നവർ പാലിക്കേണ്ട മര്യാദകളുണ്ട്, സാധാരണ മാനദണ്ഡങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്നുണ്ടെങ്കിൽ അത്തരമൊരാളെ സംരക്ഷിക്കാൻ പാടില്ല. കേട്ടല്ലോ. അതായത് പിണറായി വിജയൻ അന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരെ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഗണേഷ് കുമാറിനെ, അദ്ദേഹത്തെ പിടിച്ചു പുറത്താക്കാത്തതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് എന്നാണെന്ന് 2013 പിണറായി വിജയൻ പറഞ്ഞത്. ഇപ്പോൾ സകല ആഭാസത്തിനും കാണിക്കുന്ന ഒരു പോലീസിനെ വിളിച്ചു വരുത്തി, പോലീസ് പോലും പിണറായിയുടെ നിർദ്ദേശപ്രകാരം കാവൽ നിന്ന് ഭാര്യ അവിടുന്ന് ഭാര്യയെ ആരെങ്കിലും ആക്രമിച്ചോട്ടെ, ഭാര്യയുടെ പരാതി ഉണ്ടായിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല, മന്ത്രിയാണ് വ്യഭിചരിക്കുന്നത്, ദിവ്യ വ്യഭിചാരമാണ്, അതിനെ തൊടാൻ പാടില്ല. അതാണ് പിണറായി വിജയന് നിർദ്ദേശം. അല്ലെങ്കിലും പിണറായി വിജയന് അവിടെ ഓഫീസിലിരിക്കുന്ന ആരാ? പി ശശിയാണ്. MLA മകളെ കയറിപ്പിടിച്ച, അതേപോലെ നിരവധി പെൺകുട്ടികളെ ഇതേപോലെ വ്യഭിചരിച്ചിട്ടുള്ള പ്രമുഖനായ ആളാണ് പി ശശി. അതിൻ്റെ തെളിവുകൾ ക്രൈമിൻ്റെ ഓഫീസിൽ നിന്നാണ് 1999 ജൂൺ 30 അർദ്ധരാത്രി റെയ്ഡ് ചെയ്ത് പോലീസ് കടത്തിക്കൊണ്ടുപോയത്. ആ തെളിവുകളൊക്കെ തുറന്ന് പോലീസ് കടത്തിക്കൊണ്ടുപോയത് പി ശശിക്ക് തന്നെ കിട്ടി എന്നുള്ളതാണ് പിന്നീട് അറിഞ്ഞത്. അത്രയും വ്യഭിചാരിയായ തട്ടിപ്പുകാരനായ ആളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാൻ ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. അല്ലെങ്കിലും പിണറായി വിജയനെ കുറിച്ചുള്ള ആരോപണം ഇത് തന്നെയല്ലേ? മുമ്പ് MM ലോറൻസ് പറഞ്ഞ എന്താ? ഒരു ആൺകുട്ടി, SFIയുടെ ഒരു ആൺകുട്ടി പരാതി കൊടുത്തു എന്നാണ്. ആ പരാതി അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം MM ലോറൻസ് PT തോമസിനോട് പറയുന്നത് എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്, എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അത്രയും എനിക്ക് നേരിട്ട് അറിയാവുന്നു. അപ്പൊ ഈ വ്യഭിചാരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ദിവ്യ കാര്യമായിട്ടാണ് പിണറായി വിജയൻ കരുതിയിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയമാകുമ്പോൾ എതിരാളികളെ കുറിച്ച് പലതും പറയേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ ഇറക്കാൻ വേണ്ടി സരിതാ നായരെ കൊണ്ടുവന്ന് ഗണേശൻ വഴി കള്ളപ്പരാതി ഉണ്ടാക്കുകയും അദ്ദേഹത്തെ ആക്രമിച്ചതും അങ്ങനെ ഭരണം പിടിച്ചെടുത്തതും. അത് പിണറായി സ്റ്റൈലാണ്. എതിരാളികൾ ഏത് വഴി ഉപയോഗിച്ച് തകർക്കാനുള്ള പാവാട രാഷ്ട്രീയം കളിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് അന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന പരമനാറി, അതിലും പരമനാറിയായ ഗണേശനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ഗണേശൻ രാജിവെക്കാൻ പോകുന്നില്ല. ഗണേശൻ പ്രസുഖം വാണരുളും. ഇവന്റെ വ്യഭിചാരം തുടർന്നുകൊണ്ടിരിക്കും. പിണറായിയുടെ കാവലിൽ വ്യഭിചാരം നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ പേരാണ് ദിവ്യ വ്യഭിചാരം. ആ വ്യഭിചാരം നടത്തണം ഗണേഷ് കുമാർ. ഇത് തൻ്റെ അവകാശമാണെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 5000 പ്രണയം നടത്തിയെന്ന് പറയുന്നത് 5000 ഒന്നല്ല, 50,000 പ്രണയമെങ്കിലും നടത്തിയത് പ്രണയമല്ല, വ്യഭിചാരമാണ്. 50,000 ദിവ്യ വ്യഭിചാരം എങ്കിലും നടത്തിയിട്ടുള്ള അവാർഡ് തന്നെ ആർക്ക് കൊടുക്കണം? ഗണേശന് കൊടുക്കണമെന്നാണ് പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ പിണറായി വിജയനും സാക്ഷാൽ വ്യഭിചാരിയായ ഗണേശനും നീളാൾ വാഴട്ടെ. ഭാര്യ ഇതിന് സാക്ഷിയായി നിൽക്കട്ടെ. സാക്ഷിയുമായി ഇതേപോലെ മാപ്പ് പറഞ്ഞ്
അങ്ങനെ അവസാനം പ്രശ്നം തീർപ്പാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. മുമ്പ് യാമിനി തങ്കച്ചിയോടും ഇതേപോലെ കാൽക്കൽ വീണ് അദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു. അതേപോലെ ബിജു രാധാകൃഷ്ണൻ മുഖം അടിച്ച് പൊട്ടിച്ചപ്പോൾ ബിജു രാധാകൃഷ്ണന്റെ കാൽക്കൽ വീണും ഇതുപോലെ അദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എവിടെയെല്ലാം കുട്ടികളുണ്ട് ഉണ്ടെന്നുള്ള കാര്യം ആർക്കറിയില്ല, ഗണേശൻ അറിയില്ല. നമുക്കറിയാം സരിത നായരുടെ ഒരു കുട്ടിയുണ്ടെന്ന കാര്യം അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, സരിത നായർ സമ്മതിച്ചിട്ടുണ്ട്. ആ സരിതാ നായരെ മക്കത്തല തൃപ്പൂണിത്തുറയിൽ ഒരു കുട്ടിയുണ്ടെന്നോ തിരുവനന്തപുരത്ത് കുട്ടിയുണ്ടെന്നോ ചിലർ പറഞ്ഞു കേൾക്കുന്നു. ഇങ്ങനെ എവിടെയൊക്കെ ഈ ജാരസന്തതികളുണ്ടെന്ന് അറിയാത്തൊരു ആളാണ് പാവം ഗണേശൻ. ഗണേശൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഗവൺമെന്റ് പരിപാടികളിൽ പെട്ടതല്ലേ, സുപ്രീം കോടതി ഉത്തരവുള്ളതല്ലേ. പിന്നെ വ്യഭിചരിച്ചാൽ എന്താ, മന്ത്രിയായാലെന്താ, മന്ത്രിയായില്ലെങ്കിൽ അത് സ്വകാര്യതയിലേക്ക് ആരും തിരിഞ്ഞു നോക്കരുത് കേട്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നന്ദി, നമസ്കാരം.